നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നത്, ഹായ് ഐ ആം വേഗ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. പിച്ചി പറക്കി ഞാൻ അവിടെ അടങ്ങിയിരുന്നോ, ഇൻട്രോ പറഞ്ഞു തീർക്കട്ടെ ഞാൻ. യെസ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നതാണ് ഫൈനലി ആ വെള്ളക്കല്ലിനെ കുറിച്ച്. ഇതാണ് ALUM. ആലം എന്നും പറയും ചിലവര്, ആൻഡ് ആലം എന്നും പറയും. ഈ ഒരു അടിപൊളി കല്ല് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ കടന്നു വന്നിട്ടില്ലെങ്കിൽ വേഗം നിങ്ങൾ തന്നെ പോയി തട്ടിപ്പറിച്ചെടുത്തോ. കാരണം ഇത് ഒരു അമേസിങ് സാധനമാണ് ഗൈസ്. ആദ്യം ഞാൻ യൂസ് ചെയ്യാറുണ്ടായിരുന്നത് വെറും ഒരു കാര്യത്തിലാണ്, പക്ഷെ ഇപ്പൊ ഞാൻ മൾട്ടിപ്പിൾ വേസിലാണ് ഇതിനെ യൂസ് ചെയ്യുന്നത്. ആൻഡ് 24 hours ബ്യൂട്ടി ആയിട്ടുള്ള റെമഡീസിൽ ഞാൻ ഫുൾ ആലമാണ് യൂസ് ചെയ്തത്. അപ്പൊ ഈ ഒരു കല്ലിന്റെ ഷേപ്പ് കണ്ട പൊളിയല്ലേ? നല്ലൊരു പെർഫെക്റ്റ് സോപ്പിന്റെ ഷേപ്പാണല്ലോ. യെസ്, അപ്പൊ നാട്ടിലായിരുന്നപ്പോ ഈ ഒരു ഷേപ്പില് സുഖമായിട്ട് എനിക്ക് ഫാൻസി ഷോപ്പിൽ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോയി നിങ്ങൾ ആലം ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടൂട്ടാ. അപ്പൊ ആരോമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ 20 രൂപയുള്ള ഗൈസ് സുഖമായിട്ട് നമുക്ക് മേടിക്കാൻ പറ്റുന്നത്. പക്ഷെ ഇവിടെ ഞാൻ അഹമ്മദാബാദിൽ വന്നതിന് ശേഷം ഏത് കിറാന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉപ്പും മുളകും മേടിക്കണ ആ കടകൾ ഉണ്ടാവില്ല, അവിടെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവര് ഇങ്ങനെ പറക്കല്ലുകളുടെ ഷേപ്പ് ഉണ്ടാവില്ല, അസിമെട്രിക് ആയിട്ടുള്ള മൊനയൊക്കെ ചില ഭാഗം അതുപോലെ എനിക്ക് കിട്ടിയിരുന്ന 4-5 മാസം ഞാൻ അത് വെച്ച് കഴിച്ചു കൂട്ടി. പക്ഷെ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ ഞാൻ ഇത് ആമസോണിൽ നിന്ന് മേടിച്ചപ്പോൾ 3ന്റെ സെറ്റാണ് എനിക്ക് ആമസോണിൽ നിന്ന് കിട്ടിയത് കേട്ടോ. അപ്പോൾ 2 മാസം മുന്നേ ഇത് കല്ല് ഫോമിലാണല്ലോ. അപ്പോൾ ചില സമയത്ത് ചില രീതിയിൽ എന്ന് വെച്ചാൽ ചില റെമഡീസിൽ എനിക്കിത് പൗഡർ ഫോമിൽ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ആൻഡ് ഇതിനെ പൊട്ടിച്ച് പൊടിയാക്കാന്ന് ചോദിച്ചാൽ ഗൈസ് അതോ കഷ്ടം. പോരാണ്ട് ഞാൻ ഫ്ലാറ്റിലായത് കൊണ്ട് ഇതെങ്ങനെ താഴത്ത് വെച്ച് ഞാൻ പൊട്ടിച്ചാൽ താഴത്തുള്ളവർ എന്നെ തെറി വിളിക്കാൻ വരും. അപ്പം ഞാനത് റിസ്ക് എടുത്തില്ല. ഓക്കെ, അപ്പോൾ ഞാൻ പൗഡർ ഫോമിലും ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. ചില റെമഡീസിന് വേണ്ടി പൗഡർ ഫോമിൽ മേടിക്കാൻ പറ്റില്ലേ, അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഞാൻ എങ്ങനെ ആലംബി ഒരു കല്ലിനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം എന്നുള്ളത് ഈ വീഡിയോ ഷെയർ ചെയ്യണം. പല രീതിയിലാണ് നമ്മൾ ഇതിന്റെ ഫുൾ ബെനിഫിറ്റ്സ് എടുക്കാൻ പോണത്. എനിക്കറിയാം നിങ്ങൾ ഭയങ്കര ആർത്തിമുട്ടിരിക്കാതുള്ളത്. അപ്പൊ നേരെ വെക്കണം, നമുക്ക് വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫ്രഷ് ആയിട്ടുള്ള ആലമാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യണത്. അപ്പോൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിനൊന്ന് കഴുകിയിട്ട് വേണം യൂസ് ചെയ്യാൻ. എവിടെയാണ് വച്ചിട്ട് തന്നെ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഒരു ബൗളിലേക്ക് എടുത്തിട്ട് ഞാൻ നല്ല ഫ്രഷ് ക്ലീൻ ആയിട്ടുള്ള വെള്ളം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ അതിന് ഓവർനൈറ്റ് അതുപോലെ തന്നെ വെക്കാൻ പോവാണ്. ഇൻസ്റ്റന്റ്ലി ആണ് യൂസ് ചെയ്യണമെങ്കിൽ കുറച്ച് വെള്ളത്തിലേക്ക് ജസ്റ്റ് 1 സ്പൂണിൻ്റെ അത്രയും ആലം പൗഡർ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇതുപോലത്തെ ട്രാൻസ്പെറന്റ് വാട്ടർ ആയിട്ട് അത് മാറുന്നതാണ്. ഓവർനൈറ്റ് വെച്ചിട്ടുള്ള നമ്മുടെ ആലം വാട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ആൻഡ് ആ ആലം നമുക്ക് കളയേണ്ട കാര്യമില്ല. ജസ്റ്റ് വാട്ടർ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നമുക്ക് അതിനെ റീയൂസ് ചെയ്യാൻ പറ്റിയതാണ്. യെസ്, തീരുന്നവരെ അതിന്റെ എഫക്ട് അതുപോലെ. സോ ആലം വാട്ടർ ഉണ്ടാക്കാനായിട്ട് ആലം സ്റ്റോൺ യൂസ് ചെയ്യേണ്ടതാണ്. കുറച്ചും കൂടെ അഫോർഡബിൾ ആൻഡ് ലോങ് റണ്ണിന് വേണ്ടി നമ്മൾ വേറെ കാര്യത്തിന് വേണ്ടി അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ആൻഡ് വളരെ മൈൽഡ് ആയിട്ട് നമുക്ക് നല്ല അടിപൊളി ആലം വാട്ടർ ഉണ്ടാക്കാൻ പറ്റിയതാണ്. പക്ഷെ നിങ്ങളുടെ അടുത്ത് കുറെ പൈസ കുമിഞ്ഞിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആലം പൗഡറും വെച്ചിട്ട് ഇൻസ്റ്റന്റ്ലി ആലം വാട്ടർ ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഹെയർ വാഷ് ചെയ്യാൻ പോണ ഓയിലിംഗ് ഒക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആലം വാട്ടറിലേക്ക് കുറച്ച് ഷാമ്പൂ ആഡ് ചെയ്തും കൊണ്ട് ഞാൻ നന്നായിട്ട് സ്കാൽപ്പിലേക്കാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോണത്. ബൈ ദ ബൈ, രാവിലെ 5 മണിയുടെ സീനാണ് നിങ്ങൾ ഈ കാണട്ട. ഒട്ടുക്കത്ത തണുപ്പായിരുന്നു വെള്ളത്തിന്. ഈ സൊല്യൂഷൻ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ കെട്ടി വെച്ചിട്ട് 2 to 3 minutes വരെ വെച്ചിട്ട് ഞാൻ നന്നായിട്ട് മസാജ് ചെയ്യും. ആൻഡ് ദെൻ ഞാൻ മൈൽഡ് ആയിട്ടുള്ള എന്റെ ആയുർവേദിക് ഷാമ്പൂ യൂസ് ചെയ്തിട്ട് ഇവിടെ വാഷ് ചെയ്ത് കളയാണ്. ഡാൻഡ്രഫ് മാറാൻ പൊളി സൊല്യൂഷൻ ആ ഗൈസ്, ഡു ട്രൈ ആഴ്ചയിൽ ഒരിക്കൽ എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു ഫേസ് മാസ്ക് ഗൈസ്. ബിക്കോസ് ഈ ഒരു മാസ്ക് വെച്ചിട്ട് ഡാർക്ക് സ്പോട്ട്സ് അടിപൊളിയായിട്ട് ഫേഡ് ആവണതാണ്. അപ്പൊ ഞാൻ ഇവിടെ ആലം പൗഡറായി യൂസ് ചെയ്തേക്കണം. ബിക്കോസ് ഞാൻ പണക്കാരിയാണ്, കാര്യമൊക്കെ ഉണ്ട് ഗൈസ്. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആലമിന്റെ വാട്ടർ നമ്മൾ ഉണ്ടാക്കിയില്ലേ, അത് ഏതെങ്കിലും ഒരു പൗഡറിൽ മിക്സ് ചെയ്താൽ മതി. ലൈക്ക് ബേസൺ, നമ്മുടെ കടലപ്പൊടി അല്ലെങ്കിൽ റൈസ് ഫ്ലവർ, അതിലേക്ക് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. അതേ സെയിം റിസൾട്ട്സ് നിങ്ങൾക്കും കിട്ടും. അഥവാ ഇപ്പൊ പൗഡർ തന്നെ വേണമെന്നാണെങ്കിൽ കുറച്ച് ആലം എടുത്ത് പൊടിച്ചിട്ട് അങ്ങോട്ട് യൂസ് ചെയ്യുക. എന്നിട്ട് 10 to 15 മിനിറ്റ് മാത്രം വെച്ച് ചെയ്തിട്ട് നല്ല മാസ്ക് ആയിട്ട് മാറും. അതിനെക്കാട്ട് കൂടുതൽ വെച്ചിട്ട് ഡ്രൈ ആക്കിയിട്ട് ഇതിനെ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്ന പറയുന്നത്. ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, പക്ഷെ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എന്തായാലും പറയും. അതർവൈസ് ഡാർക്ക് സ്പോട്ട്സിനെ മാറ്റുന്ന ഒപ്പം തന്നെ ഈ മാസ്ക് സ്കിന്നെ ടൈറ്റ് ആക്കുന്നതാണ്. അപ്പൊ ഫേസിനെ വാഷ് ചെയ്തിട്ട് ഞാൻ ഇവിടെ ടവൽ ഡ്രൈ ചെയ്തു. ഡെയിലി നിങ്ങൾക്ക് ഈ ഒരു ടോണർ യൂസ് ചെയ്യാം. ബിക്കോസ് അത്രയും അടിപൊളി റിസൾട്ട്സ് ആണ് തന്നത്. പക്ഷെ ഞാൻ പേഴ്സണലി നിങ്ങളോട് സജസ്റ്റ് ചെയ്യാം, ഓവർനൈറ്റ് നമ്മൾ ആലം സ്റ്റോൺ സോക്ക് ചെയ്ത വാട്ടർ ഇല്ലേ, അത് ആസ് എ ടോണർ ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. അതാവും കുറച്ചും കൂടെ മൈൽഡ്. സ്പ്രേ ചെയ്തിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്തുകൊണ്ട് ഞാൻ ഫേസിലേക്ക് നന്നായിട്ട് ടോണറിനെ അബ്സോർബ് ചെയ്യാൻ കൊടുക്കും. പക്ഷെ എൻ്റെ ഡാർക്ക് സ്പോട്ട്സിനെ പെട്ടെന്ന് എനിക്ക് ഫേഡ് ആക്കാനായിട്ട് ഞാൻ ഓൾറെഡി നിങ്ങളോട് 2 പ്രാവശ്യം ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ഹിമാലയ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടർമറിക് ഫേസ് സിറം. അതിന്റെ ക്വാണ്ടിറ്റി കണ്ടെത്താൻ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഞാൻ
അത്രയ്ക്ക് ഒബ്സസ്ഡ് ആണ് ഈ ഒരു സിറം യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ എൻ്റെ നെക്സ്റ്റ് ലെവൽ ഫീൽ ആണ്. ബിക്കോസ് എപ്പോൾ മുതലാണ് ഈ ഒരു പുതിയ റൂട്ടീൻ ഞാൻ കണ്ടിന്യൂ ചെയ്തേക്കണെങ്കിൽ കുറേ കോംപ്ലിമെന്റ്സ് കിട്ടാണ്ട് എൻ്റെ സ്കിന്നിന് നല്ല വ്യത്യാസം ഉണ്ടെന്നുള്ളത് ഓൺ സ്ക്രീൻ ഉണ്ട് എന്തായാലും. പക്ഷെ ഓഫ് സ്ക്രീൻ തന്നെ ആൾക്കാർ നേരിട്ട് കാണുമ്പോൾ പോലും പറയാറുണ്ട് എൻ്റെ സ്കിന്നിന് നല്ല ഗ്ലോ ഉണ്ടെന്നുള്ളത്. ഈ സിറം അതിന്റെ രഹസ്യം. കാരണം ഈ ഒരു സിറം സയൻസ് ആൻഡ് നേച്ചറിന്റെ കോമ്പിനേഷൻ വെച്ചിട്ട് ഉണ്ടാക്കിയേക്കണതാണ്. എന്ന് വെച്ചാൽ ഗ്ലൈക്കോളിക് ആസിഡ്, നയസിനമൈഡ് ആൻഡ് ടർമറിക്, അതും സ്വരസ കോൾഡ് പ്രസ് മെത്തഡ് വെച്ചിട്ട് ഉണ്ടാക്കിയേക്കണ ടർമറിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടർമറിക്കിന്റെ ഫുൾ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ആക്റ്റീവ്സ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ശരിക്കും വിസിബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി വിസിബിൾ ആയിട്ട് നമ്മുടെ ഡാർക്ക് സ്പോട്ട്സിനെ റിഡ്യൂസ് ചെയ്യണതാണ്. അതിന്റെ ഒപ്പം തന്നെ ഡൾനെസ്സിനെ റിഡ്യൂസ് ചെയ്യണതാണ്, സ്കിന്നിന്റെ റേഡിയൻസിനെ ബൂസ്റ്റ് ചെയ്യണതാണ്. ബിക്കോസ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളതാണ് ടർമറിക് എക്സ്ട്രാക്ട്, അതും 100 times ലൈറ്റ് വെയ്റ്റഡ് ഫോർമുലയാണ്. ക്വിക്ലി നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവും, നമ്മൾ അറിയോ പോലും ഇല്ല. ആൻഡ് വിസിബിളി നമ്മുടെ സ്കിന്നെ നന്നായിട്ട് ക്ലിയർ ആൻഡ് റേഡിയന്റ് ആക്കണത്. കഴിഞ്ഞ 2 മാസമായിട്ട് മകതി കുറച്ചൊന്നും അല്ല മാങ്ങ വെട്ടി മെഴുകിയത്. അപ്പൊ അതുകൊണ്ട് ബാക്ക് ടു ബാക്ക് പിമ്പിൾസ് വന്നോണ്ടിരിക്കുന്നത്. പിമ്പിൾസ് വരുന്നത് ഓക്കെ, പക്ഷെ ബാക്ക് ടു ബാക്ക് വന്ന ഡാർക്ക് സ്പോട്ട്സ് നിലയ്ക്ക് ഓടിക്കും. അപ്പ ഞാൻ ഈ സിറമായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് അപ്പ ഈ സിറം എന്റെ ഡാർക്ക് സ്പോട്ട്സിനെ ഒറ്റ ഓടിക്കൽ ഓടിച്ചു. പൊള്ളിയായിട്ട് എന്റെ സ്കിൻ വർക്ക് ആയിട്ടാണ്. ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യും, എന്തായാലും ഈ പ്രോഡക്റ്റ് ട്രൈ ചെയ്ത് നോക്കിക്കോ. വിസിബിൾ ആയിട്ടുള്ള ഡാർക്ക് സ്പോട്ട്സ് റിഡക്ഷൻ നിങ്ങൾക്ക് കാണാൻ കിട്ടും. പ്ലസ് നിങ്ങൾ മേടിക്കുമ്പോൾ ആമസോണിൽ നിന്ന് മേടിക്കാം. ബിക്കോസ് 30% ഓഫ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് പോരാണ് നൈക്ക, ഫ്ലിപ്കാർട്ട് ആൻഡ് ഹിമാലയുടെ വെബ്സൈറ്റിലും ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇതാണ് ഞാൻ യൂസ് ചെയ്ത ഏറ്റവും രീതി. ദാറ്റ് ഈസ് അപ്ലൈയിങ് ആലം ഡയറക്ട്ലി ഓൺ മൈ അണ്ടർആർംസ് ഡെയിലി. ഒരു ദിവസം പോലും എനിക്ക് ഇതില്ലാണ്ട് നിൽക്കാൻ പറ്റില്ല ഗൈസ്. ഞാൻ സോപ്പ് യൂസ് ചെയ്തില്ലെങ്കിലും വേണ്ട, പക്ഷെ ഇത് ഞാൻ കണ്ടിപ്പാ യൂസ് ചെയ്തിരുന്നു. പക്ഷെ ചിലർക്ക് അണ്ടർആർംസ് മാത്രമല്ല സ്മെൽ വരാം. അപ്പൊ അണ്ടർ ദ ബ്രസ്റ്റ് ആയാലും നീസ് എന്ന് വെച്ചാൽ കാൽമുട്ടുകളുടെ പുറകേല് ആൻഡ് എൽബോസിൽ ബിഹൈൻഡ് ദ ഇയേഴ്സ് അവിടെയൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. സോ ദാറ്റ് കംപ്ലീറ്റ്ലി ഓർഡർ ഫ്രീ. ഞാൻ എങ്ങനെ അപ്ലൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൻ നന്നായിട്ട് വെറ്റ് ആക്കിയതിന് ശേഷം ഒരു അണ്ടർആർം ആലമിനെ വെറ്റ് ആക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യും. എന്നിട്ട് വീണ്ടും അതിന് കഴുകിയതിന് ശേഷമാണ് ഞാൻ മറ്റേ അണ്ടർആർമെ അപ്ലൈ ചെയ്യുള്ളൂ. കാരണം ആദ്യത്തെ അണ്ടർആർം കാരണം മറ്റേ അണ്ടർആർം ബോധം കിടരുത്. ടു ബി ഓണസ്റ്റ് എനിക്ക് ഒന്നും കൂടി ഇഷ്ടം ലൂഫയിലേക്ക് ബോഡി വാഷ് എടുത്തിട്ട് ഫുൾ ബോഡി സ്ക്രബ് ചെയ്തതിന് ശേഷം വെള്ളം വെച്ചിട്ട് വാഷ് ചെയ്യുക. ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടാണ് ഞാൻ ആലം അണ്ടർആർംസ് അപ്ലൈ ചെയ്യുന്നത്. ആൻഡ് ദെൻ ഫേസ് ഒക്കെ വാഷ് ചെയ്തതിന് ശേഷം ഞാൻ വാഷ് ചെയ്ത് കളയും. നമ്മളല്ല ഗൈസ്, നമ്മുടെ ചുറ്റുമുള്ളവരുടെ കിളി പോണത്. സോ പ്ലീസ് ലെറ്റ്സ് നോട്ട് ബോധം കെടുത്താൽ ബാക്കിയുള്ളവർ. അതിനൊന്നും വേണ്ട, നമ്മൾ ഉണ്ടാക്കിയ ഓർഡർ ഇല്ല. യെസ്, നമ്മൾ എവിടെയൊക്കെ പോവോ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് വീണ്ടും ഓർഡർ വന്ന് തുടങ്ങണ്ടെന്നുള്ളത്. ജസ്റ്റ് അപ്ലൈ ഇറ്റ് ഓൺ യുവർ അണ്ടർആർംസ് ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പൊ ഇതിനു വേണ്ടി ഞാൻ 2 രീതി നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഈ ആദ്യത്തെ രീതിയാണ് നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുക. പക്ഷെ നിങ്ങൾക്ക് വേറൊരു നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ രണ്ടാമത്തെ രീതിയിലേക്ക് നിങ്ങൾ പോകേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പൊ ആലം വാട്ടർ നമ്മൾ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചില്ലേ, അതിനെ ഒരു പാനിലേക്ക് എടുക്കുക. എന്നിട്ട് അതിനെ ഒന്ന് പതുക്കെ മൈൽഡായിട്ട് മാത്രം ഒന്ന് വോം ആക്കുക കേട്ടോ. അപ്പൊ വോം ആക്കിയതിന് ശേഷം നിങ്ങൾ അതിനെ തണുപ്പിക്കാൻ വേണം. ബിക്കോസ് ചൂട് വെള്ളം വെച്ചിട്ട് നമ്മൾ മൗത്ത് വാഷ് ചെയ്യാൻ പാടില്ല. നമ്മുടെ പല്ലിനാണ് അത് കുഴപ്പം വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ പാത്രത്തിലേക്ക് എടുത്തിട്ട് അതിനൊന്ന് തണുപ്പിക്കാനായിട്ട് കൊടുക്കുക. അപ്പൊ ഇവിടെ വേറൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂക്ക് ബോം വാട്ടറിലേക്ക് നിങ്ങൾ ജസ്റ്റ് കുറച്ച് മാത്രം സ്പൂൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1/2 സ്പൂൺ പോലും വേണ്ട, അതിനെക്കാട്ട് കുറവായിട്ടുള്ള സ്പൂണ് നിങ്ങൾ ആലം പൗഡർ എടുത്തിട്ട് അതിനെ മിക്സ് ആക്കുക, തണുപ്പിക്കാനായിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലൊരു ബോട്ടിലേക്ക് അതിനെ ഫില്ല് ചെയ്ത് വെക്കുക. അപ്പൊ ഏത് ബോട്ടിലായാലും കുഴപ്പമില്ല, പ്ലാസ്റ്റിക്കാലും പ്രശ്നമില്ല. പക്ഷെ ഒന്നും കൂടെ നോക്കാം, വീട്ടിൽ വല്ല അച്ചാർ കൂപ്പി വല്ലതും ഉണ്ടെങ്കിൽ അതിലേക്ക് ആക്കി വെച്ചാൽ മതി. കാര്യമാക്കണ്ട ഗൈസ്, എന്റെ ഇലക്ട്രിക് ബ്രഷ് കാണിച്ച് റോൾ അടിച്ചു തരാം. അപ്പൊ പല്ല് തേച്ചതിന് ശേഷം വേണം നമ്മൾ ഇത് യൂസ് ചെയ്യാനായിട്ട്. അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ, വേറെ രീതി ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് എന്നും യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ അങ്ങനെ എന്നൊന്നും യൂസ് ചെയ്യാറില്ല. അപ്പൊ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങോ ഇത് യൂസ് ചെയ്ത് അങ്ങോട്ട് മൗത്ത് വാഷ് ചെയ്യും. ബിക്കോസ് നമുക്ക് അറിഞ്ഞുകൂടാ, ചിലപ്പോൾ നേരെയുള്ളവർ നമ്മുടെ ഫ്ലോറൽ വായനാറ്റം കാരണം ഓക്കാനിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് അവർക്ക് പ്രാണസങ്കടം ഉണ്ടാക്കി കൊടുക്കരുത്. ബട്ട് യു ക്യാൻ അവോയ്ഡ് ദിസ് മൗത്ത് വാഷ് ഇഫ് യു വോണ്ട് ടു പണി കൊടുക്കൽ ടു സം ആൾക്കാർ. നന്നായിട്ട് വായന്റെ ചുറ്റും ബ്ലൂ 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 എന്ന് പറഞ്ഞുകൊണ്ട് നന്നായിട്ട് സ്ക്വീസ് ചെയ്യുക. മുകളിലും താഴെ അപ്പുറം ഇപ്പുറം എല്ലായിടത്തും കൊടുക്കാത്ത പ്രത്യേക ടേസ്റ്റാ. ചിലപ്പോൾ സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. കാരണം പൗഡർ ആകുമ്പോൾ കുറച്ചുകൂടെ സ്ട്രോങ് ആകും. ഓവർനൈറ്റ് ആയിട്ടുള്ള ആ ഒരു സംഭവം ഞാൻ പറഞ്ഞില്ല, ആലമിന്റെ വാട്ടർ, അതാവുമ്പോൾ പിന്നെയും സഹിക്കാൻ പറ്റും കേട്ടോ. ഗാർഗിൾ ചെയ്തിട്ട് പച്ചവെള്ളം വെച്ചും കൂടെ ഒന്നും കൂടെ വാഷ് ചെയ്യുക. ടീത്ത് വൈറ്റനിങ് അടിപൊളിയാ ഗൈസ്. നീരി പണ്ടാരടങ്ങിയാലും വേണ്ടില്ല, പക്ഷെ ഈ ഒരു റെമഡി പൊളിയാണ് ഗൈസ്. അപ്പൊ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് ഞാൻ ഫേഷ്യൽ റേസറാണ് യൂസ് ചെയ്യുന്നത്. അണ്ടർആർംസിലെ ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് ഞാൻ വാക്സിംഗ് യൂസ് ചെയ്യുന്നത്. എന്തായാൽ പോലും അതിന് ശേഷം ഞാൻ എൻ്റെ സ്കിന്നിനെ ആസ്ട്രിജൻ എഫക്റ്റ് വെച്ചിട്ട് ഹീൽ ചെയ്യാനായിട്ട് ഞാൻ ആലമാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റോൺ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ബട്ട് അതില്ലെങ്കിൽ നിങ്ങൾക്ക് സ്പ്രേ ഫോമിൽ നമ്മൾ ഉണ്ടാക്കിയില്ല, അത് യൂസ് ചെയ്താലും മതി, കുഴപ്പമില്ല. പക്ഷെ ഇത് വെച്ചിട്ട് നീറിയാലും വേണ്ടില്ല ഗൈസ്. ഇതിന് ശേഷം തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ റിമൂവൽ സെക്ഷൻ കഴിഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ വരുമല്ലോ, റാഷസ് ആൻഡ് പിമ്പിൾസ്, അത്
വരാണ്ടിരിക്കാനായിട്ട് ഉടനെ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഗുഡ് ടു ഗോ ഗൈസ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല കട്ട്സ് വരാണെങ്കിൽ പോലും ഉടനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്താൽ മതി. ഇത്രയും റെമഡീസ് കണ്ട് ആർത്തി തൃപ്തിപ്പെട്ടല്ലോ. സോ യെസ്, ഇതാണ് വീഡിയോ. അപ്പോൾ വീട്ടിൽ കാണിച്ച എല്ലാ റെമഡീസ് എല്ലാവരും ട്രൈ ചെയ്യണം. ആൻഡ് ആലമിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഡോണ്ട് വറി. ആൻഡ് പൗഡറിന്റെ ലിങ്കും ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ വീഡിയോ എങ്ങനെ ഉണ്ടെന്നുള്ളത് പറയാം. ലെറ്റ് മി നോ ഇൻ ദ കമന്റ്സ്. നിങ്ങൾ ഓൾറെഡി ആലം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആൻഡ് ഇനി വല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ലെറ്റ് മി നോ ഇൻ ദ കമന്റ്സ്. ഞാൻ കമന്റ്സിൽ വന്ന് തന്നെ സോൾവ് ചെയ്തേക്കാം. അപ്പോൾ വീഡിയോയിൽ ഫുൾ കണ്ടിരിക്കണം. വീഡിയോയിൽ കാണിച്ചതിന് വല്ല ക്വസ്റ്റ്യൻ ചോദിക്കണതായിട്ട് ഞാൻ കാണാം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യണം, വേഗം സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മുടെ ബ്ലോഗ് ചാനൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഈ വീഡിയോ പോയിട്ട് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യണം. ബിക്കോസ് വളരെ യൂസ്ഫുൾ സാധനമാണ് ഗൈസ്. ഇതൊരു മസ്റ്റ് ഹാവ് ആണ്. ഐ നോ അങ്ങനത്തെ ഒരു വേർഡില്ല, പക്ഷെ നമ്മൾ കൂടുതൽ ഗുമ്മ് കൊടുക്കാനായിട്ട് ഇതൊരു പൊളി സാധനമാണ് ഗൈസ്. എനിക്കിതില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. കാരണം ട്രാവൽ ചെയ്താൽ പോലും എനിക്കിതൊരു മസ്റ്റ് ഹാവ് ആണ്. അതുകൊണ്ട് ആ ഒരു സ്പ്രേ ഫോം എന്തായാലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ആൻഡ് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന പേരാണ് ഹരിത. താങ്ക് യു സോ മച്ച് ഹരിത ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇതുപോലെ നിങ്ങൾ ഒരു സബ്സ്ക്രൈബറിന്റെ പേര് എൻ്റെ വരാൻ പോകുന്ന വീഡിയോ ഞാൻ ഫ്ലാഷ് ചെയ്യും. നിങ്ങൾ ചാനൽ വേഗം ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ക്ലിക്ക് ചെയ്യുക. താഴെ ഹാർട്ട് കൊടുത്ത് നിങ്ങളുടെ ഫുൾ നെയിം എഴുതാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമുക്ക് കാണാം. ചേച്ചേക്കരൻ ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഐ പർപ്പിൾ യു ഓൾ. ബൈ.